സ്കോഡ കുഷാക്ക് നമ്മളൊക്കെ കേട്ട മോഡലാണ്, കണ്ട മോഡലാണ്. റീസെൻ്റ്ലി സ്കോഡ അതിൻ്റെ ഫേസ് ലിഫ്റ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോണ്ടെ കാർലോ എഡിഷനാണ് ഇപ്പം നമ്മളുടെ കൂടെയുള്ളത്. ഇതൊന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ജയ്പൂരിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും ചെയ്യുന്നില്ല. പകരം ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ മാത്രം വളരെ പെട്ടെന്ന് സംസാരിച്ച് വളരെ പെട്ടെന്ന് ഡ്രൈവിലേക്ക് അടക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മോണ്ടെ കാർലോ എഡിഷൻ എന്ന് പറഞ്ഞാൽ കുഷാക്കിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വേരിയൻ്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സാധാരണ കുഷാക്കും മോണ്ടെ കാർലോയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നാമത്താണ് ഈ ഒരു റെഡ് എലമെൻറ്റ് ഗ്രില്ലിൽ നമ്മൾ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മോണ്ടെ കാർലോ സ്പെഷ്യലാണ്. അതിനോട് ചാരിയിട്ട് തന്നെ ഒരു ചെക്ക് ഫ്ലാഗും നമുക്ക് കാണാൻ പറ്റും. അത് ആ ഒരു റാലി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. കുഷാക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഈ ഒരു DRL യൂണിറ്റ് ആണ്. അതായത് ഹെഡ് ലാമ്പിൽ നിന്ന് ഇങ്ങോട്ടൊരു യൂട്ടേൺ ഇട്ട് അതിങ്ങനെ പരസ്പരം ഗ്രില്ലിൽ വഴി കൂടി കണക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ കൊടുത്തത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പറയുന്ന സമയത്ത് അതാണ് ഹൈലൈറ്റ്. പിന്നെ എല്ലാ ലൈറ്റിംഗ് സിസ്റ്റവും LED ആയിട്ടാണ് ക്രമീകരിച്ചേക്കുന്നത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് ഫോഗ് ലാമ്പ്, ഹെഡ് ലാമ്പ്, DRL, ബാക്കിലത്തെ ഒക്കെ ആണെങ്കിലും എല്ലാം LED ലൈറ്റിങ്ങിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ലുക്ക് വൈസ് നല്ല രസമുണ്ട്. ഈ കളറും എനിക്ക് ഇഷ്ടമായി. അതിനകത്ത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് വീലുകളാണ്. വീലുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാം. ഓരോ വേരിയൻ്റ് അനുസരിച്ചും ഈ വീലിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. അതായത് ബേസിലേക്ക് വരുന്ന സമയത്ത് ഒന്നായിരിക്കും, ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒന്നാണ്. ഇനി ഇതിൻ്റെ മിഡ് വേരിയൻറ്റ് വരുന്ന സമയത്ത് വേറെ പാറ്റേണിലാണ് കൊടുക്കുക. അങ്ങനെ വേരിയൻറ്റ് വൈസ് വീലുകൾ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ആക്ച്വലി ഇതേ ഡിസൈൻ എല്ലാ സ്കോഡ മോഡലിനകത്തും ഉണ്ട്. അതായത് കുഷാക്കിനകത്തുണ്ട്. മോണ്ടെ കാർലോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മോണ്ടെ കാർലോ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ആ ഒരു ചെക്കഡ് ഫ്ലാഗും ഉണ്ടാവും. അത് വേറെ ഇതിലേക്ക് വരുന്ന സമയത്ത് വെറും സ്കോഡ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് മോണ്ടെ കാർലോ എല്ലാ എഡിഷനിലേക്ക് വരുന്ന സമയത്ത് സൈഡ് മിററൊക്കെ പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ റൂഫ് റെയിൽ കാണാം. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലാണ്. അതിനകത്ത് ഒരു സിൽവർ ടച്ചും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ സ്കോഡ എന്ന് പറയുന്ന ഒരു ലെറ്ററിംഗ്. ഇത് ആക്ച്വലി ആ ഒരു പരസ്പരം കണക്റ്റിംഗ് ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഡോട്ടൊക്കെ കൊടുത്ത് കുറച്ച് ഭംഗിയാക്കിയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഈ ഒരു കണക്റ്റിംഗ് സ്റ്റൈൽ എല്ലാ വേരിയൻറ്റിനകത്തുണ്ട്. പക്ഷേ ഇല്ലുമിനേറ്റിംഗ് ടോപ്പ് എൻഡിൽ മാത്രം LED സിസ്റ്റത്തിൽ വന്നേക്കുന്നത് വെച്ചാൽ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ TSI 1.5 എന്ന് പറയുന്ന എൻജിൻ ബാഡ്ജിങ്, മോണ്ടെ കാർലോൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഒന്ന് ബൂട്ട് സ്പേസ് ആണ്. 491 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ സ്കോഡയുടെ സിംപ്ലി ക്ലെവർ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. ഹുക്ക്, കൊളുത്തിയിടാനുള്ള ഫെസിലിറ്റി, അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ തന്നെയും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ് ഇൻവോൾവ് വണ്ണ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇപ്പം മസ്ക് അതുപോലെ തന്നെ കുറേ ഫ്രാഗ്രൻ്റ് ഉപയോഗിച്ച് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. അല്ല ഒരു ലെമണേഡ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. സിട്രസ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. എനിക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നാറുണ്ട്. ഇവരെല്ലാ ഫ്രാഗ്രൻറ്റും എനിക്ക് ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ടോപ്പ് സെല്ലിങ് മസ്കാണ് എപ്പോഴും വരുന്നത്. ഇത് ഒരു 400 രൂപയാണ് പ്രൈസ് വരുന്നത്. 10% ഡിസ്കൗണ്ട് കിട്ടും. നമ്മളെ ഡിസ്ക്രിപ്ഷനകത്തൊരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ വാഹനത്തിനകത്തൊരു പ്രീമിയം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും ഇൻവോൾവ് ആണ് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓവർ സ്മെല്ലൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തായാലും 2-3 മാസക്കാലയളവ് നമുക്കിത് ഉപയോഗിക്കാം 400 രൂപ കൊടുത്ത് വാങ്ങിയാൽ എന്നുള്ളതാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ഒന്ന് നമുക്കൊരു പാനറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഷീൽഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് വന്നേക്കുന്നത്. ലെതറാണ്. അതിനകത്ത് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണെന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. ആംബ്രസ്റ്റ് അതും ലെതറാണ്. ഇവിടെ കയ്യൊക്കെ വെക്കാം. അതുപോലെ ഇവിടെ ആംബ്രസ്റ്റ് ഇല്ലേ, ഈ ഒരു ഭാഗം ഇതും ആക്ച്വലി ലെതറാണ് വരുന്നത് എന്നുള്ളതാണ്. ഈ ഡാഷ്ബോർഡിലേക്ക് നോക്കിയ ഒരു റെഡ് എലമെന്റ് നല്ല രസമില്ലേ ഇത് കാണാൻ. ആക്ച്വലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഈ ഒരു മോണ്ടെ കാർലോ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തുള്ളതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാണാം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഓൾ ആപ്സ് ഓക്കെ യെസ്. ഇനി ടെമ്പറേച്ചർ കൺട്രോൾ, ഇവിടെ വയർലെസ് ചാർജിങ് പോർട്ട്, 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു എലമെന്റ് ഇങ്ങോട്ടും കയറി വെക്കുന്നുണ്ടോ. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററും നമുക്കിവിടെ കാണാൻ പറ്റും. നൈസ്. ഇതൊക്കെ ബേസ് വേരിയൻറ്റിലും ഉണ്ട് കേട്ടോ. ബേസ് വേരിയൻറ്റിൽ സൺറൂഫ് ഉണ്ട്. ഞാൻ ബേസ് വേരിയൻറ്റിനെ മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം. ഇനി ഈ വാഹനത്തിനകത്തൊരു ആംബിയൻ ലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ. 2 വേ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ അതാ 6 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഒരു AI അസിസ്റ്റഡ് ഗൂഗിൾ ഫെസിലിറ്റി ഒക്കെ കേട്ടോ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത്. അത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ആണെന്നുള്ള രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരാം.
എത്ര കിലോമീറ്റർ ഇനി പോകാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റലാണ് വരുന്നത്. അത് അങ്ങനത്തെ ഒരു വിർച്വൽ കോക്പിറ്റ് എന്നുള്ള രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ലെതർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, 2 സ്പോക്കാണ്, ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും നമുക്കിവിടെ കാണാൻ പറ്റും. AC വെൻറ്റുകളൊക്കെ ഇതാ ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡീറ്റെയിൽ ഒരു വാക്ക് അറൗണ്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സ്കോഡ കുഷാക്ക് നജീബ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ സഹായകരമാവും. അപ്പോൾ ഇത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ വീഡിയോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തലാണ്, ഒന്ന് റിവൈൻഡ് ചെയ്യണം. റിവൈൻഡ് അല്ലേ? യെസ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് റിയർ സീറ്റിലാണ്. ഹെഡ് ഒക്കെ ഒരു 4 വിരലിൽ കൂടുതലുണ്ട്. ആക്ച്വലി അറൗണ്ട് 5 അല്ലേ, ഒരു 4.5 എന്ന് പറയേണ്ടി വരും. അതുപോലെ ലെഗ് റൂമൊക്കെ ഒരു 5 വിരൽ ഗ്യാപ്പ് നമുക്കിവിടെ ലെഗ് റൂമുണ്ട്. അപ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. തൈ സപ്പോർട്ടൊക്കെയാ സൂപ്പർ. ഞാൻ ഓക്കെയാണ്. കുറച്ചുകൂടി സീറ്റ് അപ്ലിഫ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അത് കുറച്ച് പൊങ്ങിക്കടയിൽ വേറെ ലെവൽ സീറ്റായതിനെന്ന് തോന്നിപ്പോയി. ഇനി ഇവിടെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് റിയർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട്. റിയർ സീറ്റിൽ ഈ വാഹനത്തിനകത്തുള്ള ഹൈലൈറ്റ് ആണ് ഈ ബട്ടൺ, അതായത് മസാജിങ് ഓപ്ഷൻ. ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു മസാജിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് നല്ല ആസ്വദിച്ച് ഈ വാഹനത്തിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ 2 ആൾക്ക് മാത്രമേ മസാജിങ് ഓപ്ഷൻ ഉള്ളൂ. 3ാമത് ആൾ ഇരിക്കുകയാണെങ്കിൽ മറ്റാൾക്കാർ മസാജ് ചെയ്യുന്നത് കണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. മൊത്തം ഒരു 4 ആൾക്കാരെ കൺസിഡർ ചെയ്യണമുള്ളൂ തോന്നുന്നു. കാരണം ഫ്രണ്ടിൽ 2 സീപ്പോർട്ട്, ഇവിടെ 2 സീപ്പോർട്ട്, ഇവിടെ 2 മസാജിങ്, ഫ്രണ്ടിലത്തെ 2 സീറ്റിൽ വെന്റിലേഷൻ അല്ലേ. ഇവിടെ ഒരു പോക്കറ്റ് ആണ്, മൊബൈൽ പോക്കറ്റ്. അതുപോലെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേബിൾ എടുത്ത് ഇവിടെ ചാർജ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. അതുപോലെ പാസീവ് ത്രൂ പോലെയാണ് ക്യാബിൻ. സ്പേസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റിംഗ്. മൊത്തത്തിൽ അത്യാവശ്യം പ്രീമിയം എന്നുള്ളൊരു ഫീലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എൻറ്റയർ. പിന്നെ സ്കോഡ ആണ്, ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസും ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. സോ ഇതാണ് സ്കോഡ കുഷാക്ക്, അതിൻ്റെ മോണ്ടെ കാർലോ എഡിഷൻ. ശരിക്കും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാണ്. കാരണം നമുക്കിനി ഇത് ഡ്രൈവ് ചെയ്യണം. മാത്രമല്ല നേരത്തെ നമ്മൾ ഓൾറെഡി ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തതുകൊണ്ട് നമുക്ക് അല്ലേ കുറച്ച് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കാണാത്ത ആൾക്കാർക്ക് അത് കാണാനുള്ള സൗകര്യവും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഇതിൻ്റെ പ്രൈസ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല. 11 ലക്ഷത്തിൽ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 25-നുള്ളിലൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ടോപ്പ് എൻഡ്. എന്തായാലും നോക്കാം, ലെറ്റ്സ് സീ, വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇനി നമ്മൾ ഡ്രൈവിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ ഓടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 1.5 ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 7 സ്പീഡ് DSC ആണ്. ഈ DSC ഗിയർ ബോക്സ് നമ്മൾ ഇനീഷ്യൽ ആക്സലറേഷൻ, അതായത് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ 2 സെക്കൻഡ് ഡിലേ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ ഇത് പിക്കപ്പ് ആവും. പിക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫൺ ഡ്രൈവാണ്, അതായത് ഭയങ്കര ബാലൻസ്ഡ് ഡ്രൈവായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈസും ആ ഒരു എൻജിനും തമ്മിൽ നല്ലൊരു മാച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ RPM ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞാൽ, അതായത് 1500-2000 RPMലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവാണ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഫണ്ണും ഉണ്ട് ആ ഡ്രൈവിനകത്ത്. ഒരു സ്കോഡ ഫൺ ഉണ്ടാവുമല്ലോ, ആ സാധനം അതിനകത്തുണ്ട്. പക്ഷേ ഈ ഒരു ലാഗ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത് സസ്പെൻഷൻ. അടിപൊളി സസ്പെൻഷനാണ് ഈ വാഹനം ത്തിനകത്തുള്ളത് എടുത്ത് പറയണം. കാരണം ഞങ്ങൾ റോഡിലെ ബാഡ് റോഡിലൊക്കെ നമ്മളിത് ചാടിച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ ആ ടക്ക് ടക്ക് എന്നുള്ള അടിയൊന്നും ഈ വാഹനത്തിനകത്തില്ല. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് വീല്. ശരിക്കും നമ്മൾ പണ്ടൊക്കെ സ്കോഡയിൽ ഒരു ടെസ്റ്റ് നടത്തുമായിരുന്നു, അതായത് കുറച്ച് സ്പീഡിൽ പോയിട്ട് ഹാർഡ് ബ്രേക്ക് ചെയ്യും. അതായത് സ്റ്റിയറിംഗ് വീൽ ഇത് 2 കൈ കൊടുത്തിട്ട് ഹാർഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഒരു കിടിലൻ സംഭവമാണ് ഈ ഒരു സ്കോഡ ഫോക്സ്വാഗൺ വാഹനങ്ങളിൽ. അപ്പോൾ അതേ സാധനം ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തു. അതായത് ബാഡ് റോഡിൽ പോകുന്ന സമയത്ത് ഇത് തെന്നി പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈയിട്ടതും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് ഒരു പരിധി വരെയൊക്കെ ഗംഭീരമായിട്ട് അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സീറ്റിനെ കുറിച്ചും കൂടി പറയണം. ഒരു കിടിലൻ സീറ്റാണ്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്. അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്കിതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ബിൽഡ് ക്വാളിറ്റി ആസ് യൂഷ്വൽ സ്കോഡ അത് നെക്സ്റ്റ് ലെവലാക്കിയിട്ടുണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. 1.5 ലിറ്റർ പെട്രോൾ ഓടിച്ചതിന് ശേഷം നമ്മളൊരു 1 ലിറ്ററും കൂടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യമായിട്ടൊരു 8 സ്പീഡ് ഓട്ടോമാറ്റിക്കിന്, അതായത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
എനിക്കത് കുറച്ചുകൂടി ഫണ്ണായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1.5 ഇത് വരുന്ന സമയത്തുള്ള ആ ഒരു, അതായത് ആ ഒരു DSGനകത്ത് വരുന്ന ആ ഒരു ഇനീഷ്യൽ ലാഗ് ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ടോർക്ക് കൺവേർട്ടറിനകത്ത് ഫീൽ ചെയ്തില്ല. അപ്പോൾ കുറച്ചും കൂടി പെപ്പി ഫീൽ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി ഒരു അല്ലേ ഒരു പവർഫുൾ എന്നുള്ള രൂപത്തിലുള്ളൊരു സാധനം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് റെസ്പോൺസ് വെരി ഫാസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഫൺ എലമെൻറ്റ് കൂടുതൽ അതിനകത്തുള്ള പോലെ തോന്നി. സോ 8 സ്പീഡ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സോ ഇത്രയാണ് സ്കോഡ കുഷാക്ക് നമ്മൾ ഓടിച്ച സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ 0-10 ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ കുറച്ചൊരു ട്രാഫിക് ഉള്ള റോട്ടിലൂടെയൊക്കെ ആയിരുന്നു അധികം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഹൈവേ നമുക്ക് കുറഞ്ഞ സ്ട്രെച്ച് മാത്രമാണ് കിട്ടിയത്. അവിടെ നമ്മൾ ഏകദേശം ഒരു 160 വരെയൊക്കെ പോയി നോക്കി. അത് ഒരു കുഴപ്പമില്ല, എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലാണ് ഈ വണ്ടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് തന്നെ. സോ ഒരു 150-160 ആ റേഞ്ചിലൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്തും ദിസ് ഈസ് ഓക്കെ എന്നുള്ള ഒരു മൂഡിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ എന്തായാലും ഇത്രയാണ് സ്കോഡ കുഷാക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.